ശരിക്കും ഇവിടെ വ്യക്തിഹത്യ നടത്തുന്നത്? ഞങ്ങളുടെ മേലെ ആരോപിക്കപ്പെട്ട ലോജിക്ക് അപ്ലിക്കബിൾ ആണെങ്കിൽ ഇതിന്റെ പിന്നിൽ ആർക്ക് ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറയേണ്ടി വരും. ഈ കാര്യത്തിൽ വരെ എന്റെ പേര് പറഞ്ഞാണ് പരാതി കൊടുത്തതെന്നാണ് കേട്ടത്. അങ്ങനെ വാർത്ത കണ്ടത് ശരിയാണോ? ഈ ഫേക്ക് സ്ക്രീൻഷോട്ടിന്റെ കാര്യത്തിൽ വരെ പരാതിയിൽ അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അവരെന്നെ ഒരു ഫേക്ക് സ്ക്രീൻഷോട്ട് ഉണ്ടാക്കുക, എന്നിട്ട് അവരുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെ അത് പോസ്റ്റ് ചെയ്യുക, ആ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുമായിട്ട് ബന്ധമുള്ള ആളുകൾ തന്നെ പരാതി കൊടുക്കുക, അതിലും എൻ്റെ പേരിടുക. അപ്പൊ എവിടെ യഥാർത്ഥത്തിൽ ആരെയാണ് വ്യക്തിഹത്യ നടത്തുന്നത്? ആരാണ് വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നത്? ആരാണ് ഇല്ലാത്ത കാര്യങ്ങൾ ജനങ്ങൾക്കിടയിൽ ധ്രുവീകരണം ഉണ്ടാക്കാൻ വർഗീയത പറയുന്നത്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഈ സ്ക്രീൻഷോട്ട് ഫേക്ക് ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി ആർക്കും അതിൽ സംശയം ഉണ്ടാവില്ല എന്ന് ഞാൻ കരുതുന്നു. കേരളത്തിലെ എല്ലാവർക്കും ബോധ്യപ്പെട്ട ഒരു സാധനം ഇപ്പോഴും അവിടെ കിടക്കുക. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന ഒരു ലെവലേശം ആശങ്ക ഞങ്ങൾക്കില്ല. കാരണം വടകരയിലെ ജനങ്ങൾ ഇത്തരം പ്രചരണങ്ങളെ അതിജീവിക്കാൻ മാത്രമുള്ള രാഷ്ട്രീയ ബോധമുള്ളവരും കോമൺ സെൻസ് ഉള്ളവരുമാണ്. തെരഞ്ഞെടുപ്പിന്റെ അവസാനം സംസാരിക്കുകയായിരുന്നു.